വളരെ ത്യാഗം സഹിച്ചുള്ള വിദ്യാർത്ഥി സംഘടനകളുടെയും അവർക്ക് ജയിലും ലാത്തിചാർജും ഒക്കെ ഉണ്ടായി ദീർഘിച്ച സമരത്തിൻ്റെ വിജയം തന്നെയാണ്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ശരി, UDF-ൻ്റെയും വിദ്യാർത്ഥി സംഘടനകളുടെയും വിവര സംഘടനകളുടെയും ഒക്കെ ഈ ത്യാഗപൂർണമായ അവരുടെ പ്രയത്നത്തിന് റിസൾട്ടുണ്ടായി. ഗവൺമെൻറ് ഇപ്പോൾ 2 ജില്ലകളിൽ +2 ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ അനുവദിച്ചു എന്നുള്ളതിനെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷത പറഞ്ഞതുപോലെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ അവർക്ക് ബോധ്യം വരേണ്ടതായിരുന്നു. മലബാറിലെ മൊത്തം ജില്ലകളിൽ പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, വയനാട് എല്ലാ സ്ഥലത്തും പ്രോബ്ലമുണ്ട് എന്നുള്ളത് അവർക്ക് ബോധ്യം വരേണ്ടതായിരുന്നു. എല്ലാ കണക്കും വെച്ച് ഞങ്ങൾ ഗവൺമെൻറ്റിനെ ഇത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 300 അനുസരിച്ച് നിയമസഭയിൽ പ്രഖ്യാപനം നടത്തിയതിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഞാനും അതുപോലെ MLA-മാരും ഒക്കെ ആയിട്ട് കാഷ്വലായിട്ട് സംസാരിച്ചപ്പോൾ ഇനിയും അതിന് അവസരം ഉണ്ട്. നിങ്ങൾ എഴുതി തന്നാൽ കോഴിക്കോടും അതുപോലെ പാലക്കാടും ബോധ്യം വരുന്ന ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ആലോചിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആലോചിക്കണം. കാരണം ഇത് കുട്ടികളുടെ പ്രശ്നമാണ്, അല്ലാതെ രാഷ്ട്രീയ പ്രശ്നമല്ല. ന്യായമായ ഒരു കാര്യമാണ്. കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടാവണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മളിപ്പോൾ നിയമസഭയിലൊക്കെ ചർച്ച ചെയ്തു. നമ്മൾ ഉള്ള അവസരം തന്നെ അതിൻ്റെ ക്വാളിറ്റി കുറവും കാര്യമൊക്കെ ഇന്ന് ചർച്ചയായി. പക്ഷേ ചേരാൻ തന്നെ കഴിയാത്ത സ്ഥിതി വന്നാൽ ഈ +2 മറ്റുമൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം തന്നെ താഴെ പോകും, കുട്ടികൾ വഴിയാധാരാവും. അതുകൊണ്ട് ഈ കാര്യത്തിൽ ചെയ്തതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ കുറച്ചുകൂടി കാര്യങ്ങൾ ഈ മറ്റ് ജില്ലകളിൽ പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലെ കാര്യം കൂടി വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കണം എന്നാണ് ഈ സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് സ്കൂൾ മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്ന കാര്യത്തിൽ സ്വാഭാവികമായി ഗവൺമെൻറ് സ്കൂളിൽ ഡിലേ കാര്യങ്ങളൊക്കെ വരും. ഒരു ജില്ലയിലെ പുറത്ത് നോക്കുമ്പോൾ മലപ്പുറം ജില്ലയിലൊക്കെ എയ്ഡഡ്, അൺഎയ്ഡഡ് ഒക്കെ കൊടുത്താലും ഈ കുറവ് തീരൂല. പക്ഷെ ഞങ്ങളിപ്പോൾ അതൊരാവശ്യമായി പറയാത്ത വലിയ വേളയിൽ താൽക്കാലികമായി ഗവൺമെൻറ് കൊടുക്കുന്നെങ്കിൽ താൽക്കാലിക ആശ്വാസമാണല്ലോ എന്ന് കരുതി ഗവൺമെൻറ് അത് സത്യത്തിൽ എയ്ഡഡ് ഒക്കെ കൊടുത്തെങ്കിൽ മാത്രമേ പ്രശ്നത്തിന് ഒരു പരിഹാരമാവുകയുള്ളൂ. അല്ലാതെ ഓരോ റിയാലിറ്റി കാണണ്ടേ. അവിടെ ധാരാളം എയ്ഡഡ് സ്കൂളുകളാണ്. എയ്ഡഡ് സ്കൂൾ വന്നപ്പോഴാണ് വിദ്യാഭ്യാസ നിലവാരം ഉയർന്നത്. സർക്കാർ സ്കൂളുകൾ കുറവായപ്പോൾ ആളുകളെ വിളിച്ചു വരുത്തി എയ്ഡഡ് സ്കൂൾ തുടങ്ങിപ്പിക്കുകയായിരുന്നു ആദ്യകാലങ്ങളിൽ. പക്ഷെ ഇപ്പോഴാണ് എയ്ഡഡ് സ്കൂളുകൾ കൊടുക്കുമ്പോൾ ഗവൺമെൻറ്റിന് പല പ്രശ്നങ്ങളും നോക്കേണ്ടി വരുന്നത്. പക്ഷേ കൊടുത്താലേ പ്രശ്നം തീരുള്ളൂ. അതാണ് വിഷയം. എന്തായാലും ഈ ചെയ്തതിനെ സ്വാഗതം ചെയ്യുന്നു. പരിമിതികൾ മനസ്സിലാക്കി ഗവൺമെൻറ് കൂടുതൽ ബാച്ചുകൾ കൊടുക്കണം, സ്ഥിരം പരിഹാരം ഉണ്ടാക്കണം. അതെല്ലാ മേഖലയിലും കൊടുക്കണം എന്നാണ്.